എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും വീട്ടിൽ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും കൗണ്ടർ ടോപ്പിലൊക്കെ എണ്ണയൊക്കെ ആവാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൗവിൻ്റെ ഭാഗത്ത് സ്റ്റൗ വെച്ചിരിക്കുന്നതിൻ്റെ ബാക്കിൽ, അതും അല്ലെങ്കിൽ ജനലിലൊക്കെ എണ്ണമയമൊക്കെ പറ്റിപ്പിടിച്ചിരിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ എണ്ണമയമൊക്കെ എങ്ങനെ കളയാൻ നോക്കാം. അപ്പോൾ പലപ്പോഴും നമ്മളിങ്ങനെ നോക്കുമ്പോൾ അത്ര എണ്ണ ഉള്ളതായിട്ടൊന്നും തോന്നില്ല. എന്നാൽ ഒരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് നോക്കുകയാണെങ്കിൽ അറിയാം എത്രത്തോളം എണ്ണമയം അതിലുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് ഇതെങ്ങനെ കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ എണ്ണമയം കളയാനായിട്ട് നമ്മളിന്നൊരു പേസ്റ്റാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ആ പേസ്റ്റ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ബേക്കിംഗ് സോഡ വേണം. അപ്പോൾ സോഡാപ്പൊടി, അപ്പക്കാരം എന്നൊക്കെ അറിയപ്പെടുന്ന ബേക്കിംഗ് സോഡ ഞാനിവിടെ ഒരു 1/4 കപ്പിനടുത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഡിഷ് വാഷാണ്. ഏത് ബ്രാൻഡ് ഡിഷ് വാഷ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഡിഷ് സോപ്പാണെങ്കിൽ അത്ര എഫക്റ്റീവ് ആവില്ല, ഡിഷ് വാഷാണ് കുറച്ചും കൂടെ നല്ലത്. ഇനി ഡിഷ് വാഷ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മൾ അലക്കാനൊക്കെ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഉണ്ടല്ലോ, അതെടുത്താലും മതിയാകും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ സോഡാപ്പൊടിയും ഡിഷ് വാഷും കൂടെ നല്ലപോലെ മിക്സായി വരണം. അപ്പോൾ തീരെ കട്ടി കുറഞ്ഞിട്ടാവരുത്, ചെറിയതായിട്ടൊരു ലിക്വിഡ് ഫോമിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. അപ്പോൾ ഞാനിതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണമയമൊക്കെ കളയാനുള്ള പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ടൈലിലും അതുപോലെ കൗണ്ടർ ടോപ്പിലും ജനലിലെ സൈഡിലും ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന എണ്ണക്കറകളൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്കിത് കളയാം. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കൗണ്ടർ ടോപ്പിൽ അല്ലെങ്കിൽ ജനലിലോ എവിടെയാണ് നിങ്ങളുടെ എണ്ണ കൂടുതലായിട്ട് പിടിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ജസ്റ്റ് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു നനഞ്ഞ തുണി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടോ തുടച്ചെടുക്കുകയാണെങ്കിൽ ആ എണ്ണമയം ഫുള്ളായിട്ട് പോകുന്നതായിട്ട് നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ കൗണ്ടർ ടോപ്പിൽ പ്രത്യേകിച്ച് സ്റ്റൗവൊക്കെ വെക്കുന്നതിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് കറകളൊക്കെ ഉണ്ട്. അപ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും അതിൽ അത്യാവശ്യം നല്ല അഴുക്ക് പോലെ, എണ്ണയുടെ അഴുക്ക് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഭാഗമാണെന്ന് വൃത്തിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ തയ്യാറാക്കിയ ആ പേസ്റ്റ് ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടൂത്ത് ബ്രഷ് തന്നെ വേണമെന്നില്ല, നമ്മൾ എന്തെങ്കിലും ഒരു സ്പൂൺ വെച്ചിട്ടോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ടൂത്ത് ബ്രഷ് ആണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്, നമ്മുടെ കയ്യിലൊന്നും അധികം അഴുക്കൊന്നും ആവില്ല. മാത്രമല്ല ചെറിയ ചെറിയ കോർണറുകളിലും സൈഡുകളിലും ഒക്കെ നമുക്ക് ഈ പേസ്റ്റ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സെയിം പേസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് സ്റ്റൗവിലുള്ള എണ്ണക്കറകളും കഴുകിയെടുക്കാനായിട്ട് സാധിക്കും. വളരെ എളുപ്പത്തിൽ തന്നെ പോകും. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തെടുത്തിട്ട് ഉടനെ തന്നെ നമുക്കിത് തുടച്ചെടുക്കാം. ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ 2 സാധനങ്ങൾ മാത്രം മതിയാകും. വിനാഗിരി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ ഒരു പേസ്റ്റ് തയ്യാറാക്കുമ്പോൾ. അപ്പോൾ ഇതുപയോഗിച്ച് ഞാൻ എല്ലാ ഭാഗത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ മൈക്രോ ഫൈബറിൻ്റെ തുണി വെച്ചിട്ടോ, അതും അല്ലെങ്കിൽ സാധാരണ ഒരു തുണി നനച്ചിട്ട് അതുപയോഗിച്ച് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല പോലെ നമ്മുടെ കൗണ്ടർ ടോപ്പും സ്റ്റൗവും അതുപോലെ ജനലിൻ്റെ സൈഡിലാണ് എണ്ണക്കറകൾ പിടിച്ചിരിക്കുന്നതെങ്കിൽ അതും നന്നായിട്ട് വൃത്തിയായി കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ തുടച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കറകളൊക്കെ കണ്ടിരുന്നു. ഇപ്പം നമ്മൾ ആ പേസ്റ്റ് ഉപയോഗിച്ച് ഇവിടെ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും അങ്ങനെ കറകളൊന്നുമില്ല, ചെറുതായിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ പേസ്റ്റ് ഇട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ഈ കറകളും കംപ്ലീറ്റ് ആയി പോയി കിട്ടും. അപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് ഒട്ടും തന്നെ സമയനഷ്ടം ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. മാത്രമല്ല ഈ പേസ്റ്റിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്കിത് പ്രിപ്പയർ ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കാം. ഓൺ ദ സ്പോട്ട് ചെയ്യണമെന്നൊന്നുമില്ല, നമുക്കിത് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കാവുന്നതുമാണ്. അപ്പോൾ അതും ഈ ഒരു പേസ്റ്റിൻ്റെ ഒരു ഗുണമാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. പിന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.